ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂമോട് കൂടിയ ഒരു കൊളോണിയൽ ടൈപ്പ് വീടാണ്. തൊടുപുഴയിലുള്ള നമ്മുടെ സബ്സ്ക്രൈബറും സുഹൃത്തായിട്ടുള്ള തോമസ് എന്ന് പറയുന്ന ചേട്ടന് വേണ്ടിയിട്ടാണ് ഈ വീട് ഞാൻ ഡിസൈൻ ചെയ്ത് നൽകിയിട്ടുള്ളത്. 15 സെൻറ്റ് വരുന്ന പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിക്കാനായിട്ട് പോകുന്നത്. വീട് മാത്രം വരുന്നത് 5 സെൻറ്റിനടുത്താണ്. ഈ പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പ്ലോട്ടിൻ്റെ 2 ഭാഗത്തു കൂടെ റോഡ് പോകുന്നുണ്ട്. അപ്പോൾ 2 മുഖങ്ങൾ വരുന്ന രീതിയിലാണ് ഈ വീട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പ്ലാൻ നോക്കാം. ഈ വീടിന് നമ്മൾ 2 സിറ്റ് ഔട്ടാണ് നൽകിയിട്ടുള്ളത്. ആദ്യത്തെ സിറ്റ് ഔട്ട് ഈ ഒരു ഭാഗത്ത് വരുന്നു, രണ്ടാമത്തെ സിറ്റ് ഔട്ട് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ സിറ്റ് ഔട്ടിൻ്റെ സൈസ് നമുക്ക് നോക്കാം. 150x360 സെൻറ്റിമീറ്ററാണ് ഈ സിറ്റ് ഔട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫോർമൽ ലിവിങ് വരുന്നത്. ഫോർമൽ ലിവിങ് സൈസ് നോക്കാം. 444x360 സെൻറ്റിമീറ്ററാണ് ഈ ഒരു ഭാഗത്തും. അതുപോലെ ഇവിടെയാണ് സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത്. ഡൈനിങ് ഏരിയ സൈസ് നോക്കാം. 444x360 സെൻറ്റിമീറ്ററാണ് ഡൈനിങ് ഏരിയ വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ സൈസ് 300x360 സെൻറ്റിമീറ്ററാണ്. ഇവിടെയാണ് സിങ്ക് വരുന്നത്. ഇവിടെ ഗ്യാസ് സ്റ്റൗ വരുന്നു. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് നൽകിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയ സൈസ് നോക്കാം. 390 അതുപോലെ 180 സെൻറ്റിമീറ്ററാണ് വർക്ക് ഏരിയ വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ ഇങ്ങനെ കയറിയിട്ട് മേലേക്ക് കയറുന്ന രീതിയിലാണ് സ്റ്റെയർ നൽകിയിട്ടുള്ളത്. സ്റ്റെയറിന് തൊട്ടടുത്തായിട്ട് നമ്മളൊരു പെബിൾ കോട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് നമ്മൾ വാഷ് ബേസിനും നൽകിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നമ്മളൊരു കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. ടോയ്ലറ്റിൻ്റെ സൈസ് നോക്കാം.
150 186 സെൻറ്റിമീറ്ററാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കാം. 420 360 സെൻറ്റിമീറ്ററാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇരുഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത്. പിന്നെ വരുന്നത് ഇവിടെ ഒരു ഫാമിലി ലിവിങ് നൽകിയിട്ടുണ്ട്. ഫാമിലി ലിവിങ് സൈസ് 420 360 സെൻറ്റിമീറ്ററാണ് ഫാമിലി ലിവിങ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. അതുപോലെ ഇവിടെ നമ്മളൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ സിറ്റ് ഔട്ട് വരുന്നത് ഇവിടെയാണ്. സിറ്റ് ഔട്ടിൻ്റെ സൈസ് 420 180 സെൻറ്റിമീറ്ററാണ്. അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു പാസേജ് വരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്നത്. ഈ ബെഡ്റൂം സൈസ് നോക്കാം. 360 420 സെൻറ്റിമീറ്ററാണ് ഈ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഈ ബെഡ്റൂമിന് നമ്മളൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടി നൽകിയിട്ടുണ്ട്. ഈ ബാത്റൂം സൈസ് നോക്കാം. 150 270 സെൻറ്റിമീറ്ററാണ് ഈ ബാത്റൂം വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പ്രയർ റൂം നൽകിയിട്ടുണ്ട്. പ്രയർ റൂമിൻ്റെ സൈസ് വരുന്നത് 300 210 സെൻറ്റിമീറ്ററാണ്. അത് കഴിഞ്ഞ് ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് 360 450 സെൻറ്റിമീറ്ററാണ്. ഈ ബെഡ്റൂമിന് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൂടി നൽകിയിട്ടുണ്ട്. ബാത്റൂം സൈസ് 150 270 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്ലാനിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ വീട് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളിലേക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.